6ാം ക്ലാസ്സിലെ മലയാളത്തിലെ കേരള പാഠാവലിയുടെ നമ്മുടെ ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം എന്തൊക്കെയാ ചോദ്യങ്ങളാണ് വന്നിട്ടില്ലേ നോക്കാം. ഫസ്റ്റ് വരുന്നത് വായിക്കാം എഴുതാം. അന്നു രാത്രി ജു അവളുടെ പുതിയ 8ാം ക്ലാസ് പുസ്തകങ്ങൾ മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണക്കിൻ്റെ പാഠപുസ്തകം തുറന്നതോടെ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ട താറാവിനെ പോലെ അവൾ അതിലൂടെ നീന്തിപ്പോയി. അവൾക്ക് കണക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു. അക്കങ്ങളും ക്ഷേത്രഗണിതത്തിലെ രേഖകളും ആൽജിബ്രയിലെ അക്ഷരങ്ങളും ചേർന്ന് നടത്തുന്ന വേഷം മാറ്റങ്ങൾ അവളെ രസിപ്പിച്ചിരുന്നു. അവളുമായി അവ ഒളിച്ചു കളിക്കും. ഒരേ സമയം അവളുടെ തലയ്ക്കകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് തോന്നിച്ച ഒരു മായാലോകത്തിലേക്ക് അവളെ വെല്ലുവിളിച്ചുകൊണ്ട് അവ ഓടിപ്പോകും. അവൾ അവയ്ക്ക് പിന്നാലെ ഓടി ഒരു പടയാളിയെ പോലെ അവയെ വരുതിയിലാക്കും. അപ്പൊ ഇതാണ് തന്നിരിക്കുന്ന പാരഗ്രാഫ് അല്ലേ. ഇനി ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് താഴെ തന്നിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പാരഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ജുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതായിരുന്നു അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്? ശാസ്ത്രമാണോ, കണക്കാണോ, സാമൂഹ്യ ശാസ്ത്രമാണോ, ഭാഷയാണോ? ഏതാണ്? യെസ്, കണക്കാണ് അല്ലേ. ഇനി ബി ക്വസ്റ്റ്യൻ, പുതിയ പാഠപുസ്തകങ്ങൾ തുറന്ന ജുവിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കാൻ കഥാകൃത്ത് ഉപയോഗിച്ച പ്രത്യേക പ്രയോഗം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അല്ലേ. എന്താ? പുതിയ പാഠപുസ്തകം തുറന്ന അവളുടെ ആ ഒരു അവസ്ഥ, അതിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, ഒരു വാക്കുണ്ട് അല്ലേ. നമ്മുടെ എന്താ ഈ ഒരു മുകളിലെ പാരഗ്രാഫിൽ അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാ നോക്കാം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പിന്നാലെ ഓടുന്ന പടയാളിയാണോ, അതോ അക്കങ്ങളും അക്ഷരങ്ങളും രേഖകളും നടത്തുന്ന വേഷമാറിക്കളിയാണോ, വെള്ളത്തിലേക്ക് ഇറക്കി വിട്ട താറാവാണോ, വേഷമാറ്റം നടത്തുന്ന അക്ഷരങ്ങളാണോ? ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലേ. വെള്ളത്തിലേക്ക് ഇറക്കി വിട്ട താറാവിൻ്റെ ഒരു അവസ്ഥയായിരുന്നു പാഠപുസ്തകം തുറന്നപ്പോൾ അവൾക്കുണ്ടായിരുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ, ജു കണക്ക് ശരിയായി പഠിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അവള് കണക്ക് ശരിയായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് അർത്ഥം വരുന്ന ഒരു വരിയുണ്ട്, അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് വരുന്നത് അവളുമായി അവ ഒളിച്ചു കളിക്കുമെന്നതാണോ, അവളുടെ തലയ്ക്കകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് തോന്നും അതാണോ, അല്ലെങ്കിൽ അവൾ അവയ്ക്ക് പിന്നാലെ ഓടി ഒരു പടയാളിയെ പോലെ അവയെ വരുതിയിലാക്കുമെന്നതാണോ, ഒരു മായാലോകത്തിലേക്ക് അവളെ വെല്ലുവിളിച്ചുകൊണ്ട് അവ ഓടിപ്പോകും എന്നാണോ? ഏതാ വരുന്നത്? ഇവിടെ കണക്ക് ശരിയായി പഠിക്കുന്നു എന്നർത്ഥം വരുന്ന വരിയാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ അതേതാ വരാം? ഓപ്ഷൻ ബി ആണ് അല്ലേ. അവളുടെ തലക്കകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് തോന്നും, അതാണ് വരുന്നത്. ഇനി ഓപ്ഷൻ ഡി ആണ്. ജൂൻ്റെ ഗണിതശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് അല്ലേ. അവൾ ഗണിതം പഠിക്കുന്ന രീതിയെക്കുറിച്ചാണ് നമുക്ക് ഈ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവളുടെ ആ ഒരു ഗണിത പഠനവുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ട് വരുന്ന എന്താ പ്രസ്താവന ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. എ വരുന്നത് ആസ്വദിച്ച് പഠിച്ച് പഠനം മനോഹരമാക്കാമെന്നാണോ, അതുപോലെ ധാരാളം സമയം പഠനത്തിന് ആവശ്യമുണ്ടെന്നാണോ, അല്ലെങ്കിൽ എഴുതി പഠിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നാണോ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉത്തരങ്ങൾ തെറ്റിപ്പോകും എന്നാണോ? എന്താണ് നമുക്ക് ഈ പാരഗ്രാഫിൽ നിന്ന്, അവളുടെ ആ കണക്ക് അല്ലെങ്കിൽ ഗണിത പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? യെസ്, ഇവിടെ ഓപ്ഷൻ എ ആണ് അല്ലേ. ആസ്വദിച്ച് പഠിച്ച് പഠനം മനോഹരമാക്കാമെന്നാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എ, രുചി അനുഭവം. അമൃതം നുകരാം യൂണിറ്റ് നിറയെ ഭക്ഷണവിശേഷമാണ്. നാവിനെ രസിപ്പിക്കുന്ന, വീണ്ടും കഴിക്കാൻ തോന്നിക്കുന്ന ചില വിഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. രുചിയും മണവും മറക്കാൻ കഴിയാത്ത ഒരു ഇഷ്ടവിഭവത്തിൻ്റെ രുചി അനുഭവം എഴുതുക. ഇവിടെ ഒരു രുചി അനുഭവമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും എന്താ വീണ്ടും കഴിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ കൊതി വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഫുഡ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവൂലേ. അങ്ങനെയുള്ള ഒരു ഫുഡിനെ കുറിച്ച് ആ ഒരു രുചി അനുഭവമാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം എങ്ങനെ എഴുതാം എന്നതിനുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വേനൽ അവധിക്ക് എൻ്റെ അമ്മായിയുടെ വീട്ടിൽ നിന്നും കഴിച്ച ചിക്കൻ ബിരിയാണിയാണ് ഞാൻ എപ്പോഴും ഓർക്കുന്ന ആ ഒരു രുചി. പ്രത്യേകം തയ്യാറാക്കിയ മസാലയിൽ പൊരിച്ചെടുത്ത് കോഴി കൊണ്ട് തയ്യാറാക്കിയ ആ ബിരിയാണിക്ക് ഒരു പ്രത്യേക രുചി തന്നെ ഉണ്ടായിരുന്നു.
ഉച്ച സമയത്ത് ആവി പറക്കുന്ന ആ ബിരിയാണിയുടെ കൂടെ നല്ല മാങ്ങ അച്ചാറും കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക രുചി തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, രുചി അനുഭവം എഴുതുന്നത്. ഒരു മോഡൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ആണ്, സൂചനകളിൽ തെളിയുന്ന കഥാപാത്രം ആര്? ഇവിടെ ഒരു സൂചന തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കുക. അവിടെ ഏത് കഥാപാത്രത്തെ കുറിച്ചാണ് അതിൽ പറയുന്നതെന്ന് നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്, നെറ്റിയുടെ രണ്ടറ്റങ്ങളിലും പളുങ്കിൻ്റെ മണി പോലെ വിയർപ്പിൻ്റെ തുള്ളികൾ ഉരുണ്ടുകൂടി നിന്നു, മനസ്സ് വട്ടച്ചെമ്പിനകത്ത് വട്ടമിട്ടു പറക്കുന്നു. ഇത് ആരെ, ഏത് കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്. എ അബു, ബി ഏതാണ് കൽമേയി, സി പക്കീർ താത്ത, ഡി ബിച്ചായി ഷെയ് താത്ത. ഏതാ വരുന്നത്? ഇത് നമ്മുടെ ചട്ടിപ്പത്തിരി എന്ന പാഠഭാഗത്ത് വരുന്നൊരു സംഭവമാണ് അല്ലേ. സോ ഏതാ വരുന്നത്? ഇവിടെ ഓപ്ഷൻ ഡി ബിച്ചായി ഷെയ് താത്തയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നെവേൻജിയുടെ പ്രത്യേകത. ഇവിടെ ഒരുപാട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ നെവേൻജിയുടെ പ്രത്യേകതയായി വരുന്നത് ഏതാണ് എഴുതാനാണ്. അപ്പോൾ ഏതൊക്കെയാ? എ തന്നിരിക്കുന്നത് വർഷം മുഴുവൻ ലഭിക്കുമെന്നാണ്. ദെൻ ബി തന്നിരിക്കുന്നത് പുഴയിൽ നിന്ന് മുങ്ങിയെടുക്കണം. സി തന്നിരിക്കുന്നത് പ്രായമുള്ള പുരുഷന്മാരാണ് ശേഖരിക്കുന്നത്. ഡി തന്നിരിക്കുന്നത് വെയിലത്ത് വെച്ച് ഉണക്കി കഴിക്കാം എന്നാണ്. അപ്പോൾ ഇതിലേതാ വരുന്നത്? നെവേൻജിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, പുഴയിൽ നിന്ന് മുങ്ങിയെടുക്കണം എന്നതാണ് അല്ലേ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രതികരണക്കുറിപ്പ് അല്ലെങ്കിൽ വിശകലനക്കുറിപ്പ് അല്ലേ. 2 ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒന്നിൻ്റെ ആൻസർ എഴുതിയാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ വരുന്നത് പ്രതികരണക്കുറിപ്പാണ്. പലതരം ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അടുക്കളയിൽ ആരോ ഒരാൾ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ നടുവിലും വിശക്കുന്നവർ ഉണ്ടാകുമോ? എന്താണ് കാരണം? പാഠഭാഗത്തെ ആശയവും നിങ്ങളുടെ അഭിപ്രായവും ചേർത്ത് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടില്ലേ അല്ലേ. അപ്പോൾ എന്ത് എഴുതാം? നമ്മുടെ ടെക്സ്റ്റിൽ ഇതുപോലൊരു ക്വസ്റ്റ്യനൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അടുക്കളയിൽ വിശന്നിരിക്കുന്നത് ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആരാണ്? അമ്മയാണ് അല്ലേ. അമ്മമാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദെൻ എന്ത് എഴുതാം ആൻസർ? ഒരു ദിവസം എടുത്താൽ തീരാത്ത അത്രയും ജോലികൾ അടുക്കളയിലുണ്ട്. ഇവയെല്ലാം സ്ഥിരമായി ചെയ്യുന്ന ആ ഒരാൾക്ക് ആവശ്യത്തിന് സമയത്ത് ഭക്ഷണം പോലും കഴിക്കാൻ സമയം കിട്ടാത്ത അവസ്ഥയാണുള്ളത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തുടങ്ങുന്ന അടുക്കള ജോലി രാത്രിയായാലും തീരില്ല. ധാരാളം ഭക്ഷണം അടുക്കളയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ ഭക്ഷണത്തിന് അതിനേക്കാളേറെ ആവശ്യക്കാരും അതുകൂടാതെ അസമയത്തെത്തുന്ന അതിഥികളും ഉണ്ടാകുമ്പോൾ വിശപ്പ് തീരാതെയും ഒന്നും കഴിക്കാൻ കിട്ടാതെയും ഇരിക്കുന്ന അവസ്ഥയുമാണ് ഉണ്ടാകുന്നത്. വിശപ്പടക്കാൻ എല്ലാവരും ചേർന്ന് പെടാപ്പാട് പെടുമ്പോഴും അടുക്കളയിൽ വിശന്ന് നിലവിളിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് തീർച്ചയായും പണികളിൽ മാത്രം പെട്ടുപോയ ഭക്ഷണം കഴിച്ചോ എന്ന് ആരും ചോദിക്കാനില്ലാത്ത അമ്മയാണ്, അല്ലെങ്കിൽ അതുപോലെ ഒരു സ്ത്രീയാണ് അല്ലേ. ഇനി 3 തന്നെ ബി ക്വസ്റ്റ്യൻ വിശകലനക്കുറിപ്പാണ്. അടുക്കളയിൽ എപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അമ്മ. 2 കൈകൾ കൊണ്ട് എത്രയേറെ പണികളാണ് ചെയ്തു തീർക്കുന്നത്. കുടുംബത്തിന് വേണ്ടിയുള്ള അമ്മയുടെ അധ്വാനം വിശകലനം ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അല്ലേ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ അമ്മമാർ ചെയ്യുന്ന അധ്വാനം, അവർ ചെയ്യുന്ന ജോലികളെ കുറിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ദെൻ 4ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഡയറി കുറിപ്പ് അല്ലെങ്കിൽ കത്തിലെ. ഇവിടെയും ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഏതെങ്കിലും ഒന്നിന് മാത്രം ആൻസർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഡയറി കുറിപ്പാണ് തന്നിട്ടുള്ളത്. തൊഴിൽ തേടി കേരളത്തിൽ വന്ന ഞാൻ മലയാളം പഠിച്ചു. ഇപ്പോൾ മലയാളം പഠിപ്പിക്കുന്നുമുണ്ട്. ഒപ്പം ഫാഷൻ ഡിസൈനറുമാണ്. മഞ്ഞപ്പുഴ UP സ്കൂളിൽ തൊഴിൽ നൈപുണി കേന്ദ്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ദരക്സ പർവീൻ പറഞ്ഞ വാക്കുകൾ അഞ്ജുവിൻ്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എന്തൊരു മിടിക്കു കുട്ടി. അഞ്ജുവിൻ്റെ അന്നത്തെ ഡയറി കുറിപ്പ് എങ്ങനെയായിരിക്കും? എഴുതി നോക്കൂ. അപ്പോൾ ഇവിടെ അഞ്ജുവിൻ്റെ ഡയറി കുറിപ്പാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ ദിവസത്തെ ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അവൾ എന്താ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളെല്ലാഞ്ഞിട്ടും എത്ര നന്നായാണ് മലയാളം പറയുന്നത് അതൊക്കെ അവൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലൊക്കെയുള്ള അവൾക്ക് തോന്നിയിട്ടുള്ള ആ ഒരു അത്ഭുതം, ആ ഒരു ഫീലിങ്സ് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേണ്ടത്, ഈ ഡയറി കുറിപ്പ് എഴുതേണ്ടത്. ഇതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ വരുന്നത് ഏതാ നോക്കാം. അത് ഒരു കത്താണ് അല്ലേ. വിദേശത്ത് തൊഴിലെടുത്ത് ജീവിക്കുന്ന കോയയുടെ ചെറിയ വസ്തുക്കളും വലിയ ദുഃഖവും നമ്മൾ തിരിച്ചറിഞ്ഞു. കോയ എന്ന കഥാപാത്രത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സുഹൃത്തിനൊരു കത്ത് തയ്യാറാക്കാനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ കോയയുടെ ആ ഒരു കഥയുണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ടിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന രീതിയിൽ, ആ കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ആ ഒരു കത്ത്, നിങ്ങളുടെ ഫ്രണ്ടിന് എഴുതുന്ന കത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം, ഇവിടെ കൊടുക്കുന്നുണ്ട്. കത്ത് എഴുതുമ്പോൾ ഇത് നമ്മൾ ഫ്രണ്ടിന് എഴുതുന്ന കത്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഡേറ്റും സ്ഥലവും കൊടുക്കുക അല്ലേ. ദെൻ പ്രിയപ്പെട്ട
രമ്യക്ക് ഫ്രണ്ടിൻ്റെ പേരെന്താണോ അത് എഴുതുക. ദെൻ നിനക്ക് സുഖം തന്നെയല്ലേ? ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു. പരീക്ഷ ആവാറായില്ലേ? പഠനമൊക്കെ എങ്ങനെ പോകുന്നു? പാഠമൊക്കെ എവിടെ എത്തി? കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന പാഠഭാഗം എടുത്തു ഞങ്ങൾക്ക്. അതിലെ കഥാപാത്രം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് നിന്നോട് പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഒരു സാധാരണ പ്രവാസിയാണ് ഇതിലെ കോയ. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ കുഞ്ഞിന് ഒരു വസ്ത്രം വാങ്ങി അയാൾ പാർസൽ അയക്കാൻ തീരുമാനിക്കുന്നു. 14 വർഷത്തിന് ശേഷമാണ് അവർക്കൊരു മകൻ ജനിക്കുന്നത്. ആദ്യത്തെ മകൻ ട്രെയിൻ തട്ടി മരിച്ചതാണ്. അതിൻ്റെ സങ്കടവും മകനെയും ഭാര്യയെയും കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടവും എല്ലാം ഈ കഥയിൽ കാണാം. വസ്ത്രം അയക്കാൻ പണം തികയാതെ ഭാര്യയ്ക്കുള്ള വസ്ത്രം വിറ്റ് മകൻ്റെ വസ്ത്രം മാത്രം അയക്കുന്നതിൽ അദ്ദേഹം അനുഭവിക്കുന്ന സങ്കടം എന്നെ ഒരുപാട് വിഷമത്തിലാക്കി. നീ എന്തായാലും ഈ കഥ വായിക്കണം, എനിക്ക് ഒരുപാട് ഇഷ്ടമാകും എന്ന് സ്നേഹത്തോടെ അമൃത. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താരതമ്യക്കുറിപ്പ് എഴുതാനാണ് അല്ലേ. എത്ര മഴയാണെങ്കിലും സ്കൂൾ വിട്ടാൽ ഒറ്റയോട്ടമാണ്. കുടയൊന്നും ഉണ്ടാവില്ല, നനഞ്ഞോടും. ഉള്ളിലെരിയുന്ന വിശപ്പ് ഓട്ടത്തിന് ശക്തി കൂട്ടും. ഇലയിൽ കുടഞ്ഞിട്ട പുഴുക്കിൻ്റെയും വെളിച്ചെണ്ണയൊഴിച്ച കാന്താരി ചമ്മന്തിയുടെയും ചൂടു കട്ടൻ കാപ്പിയുടെയും മണങ്ങൾ ഒന്നിച്ചെത്തി പടിക്കൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പ്രധാന ലക്ഷ്യമായ അടുക്കളയിലേക്ക് എത്തി നോക്കും. പിന്നെ ഒരൊറ്റ പാച്ചിലാണ്. കുളിച്ചെന്ന് വരുത്തി ഇലക്കീറ്റിലെടുത്ത പുഴുക്കുമായി നേരെ ഉമ്മറത്തേക്ക്. മുറ്റം വിഴുങ്ങുന്ന മഴത്തുള്ളികളെ നോക്കിയിരുന്ന് എരിവുള്ള ചൂടിനെയും ചൂടുള്ള മധുരത്തെയും ഒന്നിച്ച് നാവ് ഏറ്റുവാങ്ങും. ഇതിനൊക്കെ പുറമെ നനുത്ത കുളിരായി മുത്തശ്ശിയുടെ സ്നേഹവും. ബാല്യകാലത്തെ ഓർമ്മകൾ പങ്കുവെച്ചതാണ് ഒരു കൂട്ടുകാരിലെ. ഒരു കൂട്ടുകാരിയുടെ ബാല്യകാല ഓർമ്മകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ പഠിച്ച കൊയക്കട്ട എന്ന പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ കൊയക്കട്ട എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും ഇതും കൂടി താരതമ്യം ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കാം. താരതമ്യക്കുറിപ്പ് എഴുതാൻ അറിയുമല്ലോ. നമുക്ക് തന്നിരിക്കുന്ന ആ രണ്ട് പാഠഭാഗങ്ങളെയും അതിൽ വരുന്ന മെയിൻ ആശയങ്ങളെയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്താൽ രണ്ടിൻ്റെയും ആശയങ്ങൾ എഴുതുക. എന്നിട്ട് രണ്ട് ആശയങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ അല്ലെങ്കിൽ സെയിം ആണോ അതെന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് എഴുതിയിട്ട് നമ്മൾ അവസാനിപ്പിക്കുക. ഇവിടെ എങ്ങനെ എഴുതാം? മുത്തശ്ശിയുടെ സ്നേഹത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെ രുചിയുടെയും ഒരു അനുഭവമാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. സ്കൂൾ വിട്ട് വിശന്ന് വീട്ടിലേക്ക് വരുമ്പോൾ മുത്തശ്ശി ഉണ്ടാക്കി വെക്കുന്ന പുഴുക്കിൻ്റെയും ചമ്മന്തിയുടെയും കട്ടൻ കാപ്പിയുടെയും മണവും രുചിയും കുട്ടിയുടെ മനസ്സിൽ വളരെ വലിയ സ്ഥാനം നേടുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് കൊയക്കട്ട എന്ന കവിതയിലും ജോലി കഴിഞ്ഞു വരുന്ന വല്യമ്മയെ കാത്തിരിക്കുന്ന കുട്ടിയാണ് അതിലുള്ളത് അല്ലേ. ഏറെ സ്നേഹത്തോടെ വല്യമ്മ പൊതിഞ്ഞു കൊണ്ടുവരുന്ന കൊയക്കട്ട അവനേറെ പ്രിയപ്പെട്ടതായിരുന്നു. ഇവിടെ രണ്ടിലും ഒരുപോലെ സ്നേഹത്തെയും രുചിയെയും കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, കഥാപാത്ര നിരൂപണം. പലഹാരങ്ങളുടെ താജ് പണിയുന്ന താത്തയായിട്ടാണ് ചട്ടിപ്പത്തിരിയിലെ ബിച്ചായി ഷെയ് താത്തയെ നമ്മൾ കണ്ടത്. ഏറ്റവും ശ്രദ്ധയോടെ കൃത്യതയോടെ പലഹാരപ്പണികൾ മുഴുകിയിരിക്കുന്ന താത്ത നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ കഥാപാത്രത്തിൽ നിങ്ങൾ കണ്ട പ്രത്യേകതകൾ ഉൾപ്പെടുത്തി ബിച്ചായി ഷെയ് താത്തയെക്കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ എന്താ ബിച്ചായി ഷെയ് താത്തയുടെ കഥാപാത്ര നിരൂപണമാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? PA മുഹമ്മദ് കോയയുടെ സുൽത്താൻ വീട് എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് ബിച്ചായി ഷെയ് താത്ത. രുചിയുടെ വിസ്മയം തീർക്കുന്ന ഉമ്മയാണ് അവർ. കൃത്യതയോടെയും വൃത്തിയോടെയും ജോലി ചെയ്യുന്ന ഇവർ ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിരിയുടെ രുചിയും മണവും വായനക്കാരെയും കൂടി കൊതിപ്പിക്കുന്നു. തൻ്റെ മക്കളെയും പേരക്കുട്ടികളെയും കൂടെ നിർത്തി ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുമുണ്ട്. അവർക്കും തൻ്റെ കഴിവുകളൊക്കെ പകർന്നു കിട്ടാൻ വേണ്ടി അതിൻ്റെ കൂട്ടുകളും മറ്റും പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത പുലർത്തുന്ന അവർ എല്ലാ ജോലിയും കഴിഞ്ഞ് ചട്ടിപ്പത്തിരിയുടെ തീയും ചൂടും പാകമായോ എന്നു കൂടി നോക്കിയിട്ടേ അവർ വിശ്രമിക്കാറു പോലും ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആരെക്കുറിച്ചാണോ കഥാപാത്ര നിരൂപണം എഴുതാൻ വരുന്നത് അവരെക്കുറിച്ച് നിങ്ങൾ എഴുതാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ്. ഈ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും എക്സാമിനും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം.